ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗം തഴയപ്പെടുന്നു. സംസ്ഥാനത്ത് സർവകലാശാലകളിലും കോളേജുകളിലും സംവരണ പ്രാതിനിധ്യം പിന്നാക്കമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഇടയ്ക്കിടെ റിസർവേഷൻ കണക്കുകൾ കാണിക്കണമെന്ന UGC സർക്കുലർ വരുന്നുണ്ടെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോഴും സവർണ മേധാവിത്വത്തിലാണ് സർവകലാശാല പ്രവർത്തിക്കുന്നത്. കാരണം ഇതിന് പിന്നിൽ സാമ്പത്തികമാണ്. ഇതിൻ്റെ എല്ലാം അനന്തരഫലമാണ് വിദേശത്തേക്ക് കുട്ടികളെ പഠനത്തിന് അയക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംവരണ പ്രാതിനിധ്യം ഏറെ പിന്നാക്കമാണെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ സർവകലാശാലകളിലും കോളേജുകളിലും പട്ടികജാതി വർഗ അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ എണ്ണം എത്രയെന്നും നിയമനത്തിൽ റിസർവേഷൻ പോളിസി നടക്കുന്നുണ്ടോ എന്നും വ്യക്തമാക്കാൻ UGC സർക്കുലർ ഇറക്കാറുണ്ട്. ഇടയ്ക്കിടെ ഓർമ്മിപ്പിക്കുന്ന സർക്കുലറിൽ കൃത്യമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ രേഖപ്പെടുത്താൻ സമയമടക്കം നൽകിയിട്ടുമുണ്ട്. എന്നാൽ യാതൊരു വിധത്തിലുള്ള അനന്തര നടപടിയും ഉണ്ടാകുന്നില്ല. ജനുവരിയിൽ UGC നൽകിയ സർക്കുലർ പ്രകാരം കണക്ക് രേഖപ്പെടുത്തേണ്ട സമയപരിധി അവസാനിച്ചു. പക്ഷേ കൃത്യമായ ഒരു നടപടിയും സർവകലാശാലകളുടെയോ കോളേജുകളുടെയോ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. വാസ്തവത്തിൽ UGC അടിക്കടി കത്തയച്ച് അവരുടെ ചടങ്ങ് പൂർത്തിയാക്കുകയാണ്. പക്ഷേ ഒരു ഫോളോ അപ്പ് UGCയുടെ ഭാഗത്തുനിന്നില്ല. കാരണം യൂണിവേഴ്സിറ്റികൾ ഓട്ടോണമസ് ആണ്, സ്വതന്ത്രമായിട്ട് അവർക്ക് തീരുമാനിക്കാനുള്ള അധികാരം ഉണ്ട് എന്ന് ഉപയോഗിച്ചുകൊണ്ട് അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുന്നു. എയ്ഡഡ് മേഖല നോക്കിയാൽ ദയനീയമാണ് സ്ഥിതി. എയ്ഡഡ് മേഖലയിൽ ആകെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പട്ടികജാതി വർഗ ജീവനക്കാർ ഉള്ളത് വെറും 0.38%. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ നോക്കിയാലും ഇതുതന്നെ സ്ഥിതി. സംസ്ഥാനത്തെ യുവാക്കൾ ഏറെ പ്രതീക്ഷയോടെ കാണുന്ന അധ്യാപന മേഖലയിൽ നിന്നും SC/ST വിഭാഗക്കാർ പുറന്തള്ളപ്പെടുന്നതോടെ മറ്റു ജോലി തേടി പോകേണ്ട അവസ്ഥയാണ്. സാമൂഹിക സാമ്പത്തിക പിന്നാക്കാവസ്ഥകളെല്ലാം അതിജീവിച്ച് പഠനരംഗത്ത് മുന്നേറുകയും നിശ്ചിത യോഗ്യതകൾ കൈവരിക്കുകയും ചെയ്തിട്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ തൊഴിൽ രംഗത്തു നിന്നും പിന്തള്ളപ്പെടുന്നതിന് പരിഹാരം കണ്ടേ മതിയാകൂ. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ചേകവർക്കൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.